Reported speech. Today we have, he said to me, whom does she want to contact? നമുക്കറിയാം ഇതൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. രണ്ട് ടൈപ്പ് ഉണ്ട്. WH വേർഡ് ക്വസ്റ്റ്യനും ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. ഇത് WH വേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇവിടുത്തെ കൺജങ്ഷൻ അത് തന്നെയായിരിക്കും. WH വേർഡ് ഇറ്റ് സെൽഫ് ആക്ട്സ് ആസ് ഇറ്റ്സ് കൺജങ്ഷൻ. ഇവിടെ എന്താ? ഹും. ഇനി റിപ്പോർട്ടിംഗ് വെർബ്. സാധാരണ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ഡ് ആണ്. സോ ഹി ആസ്ഡ് മീ. ഇനി എന്തായിരിക്കും? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദ ക്വസ്റ്റ്യൻ ഫോമാറ്റ് ചേഞ്ചസ് ടു എ സ്റ്റേറ്റ്മെൻറ്റ് ഫോമാറ്റ്. അപ്പോൾ അടുത്തത് എന്താ നമ്മൾ എഴുതേണ്ടത്? സബ്ജക്റ്റാണ്. ഇവിടെ ഷീ, അത് തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് അത് മാറ്റം വരുന്നില്ല, ഷീ എന്ന് തന്നെയായിരിക്കും. ഇനി എന്താ നമ്മൾ നോക്കേണ്ടത്? വെർബ്. വെർബ് എന്താ? ഡസ് പ്ലസ് വാണ്ട്, വാണ്ട്സ്. അതെന്താ? സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവും. അപ്പോൾ വാണ്ട്സ് എന്താ? വാണ്ടഡ്. അപ്പോൾ ഇനി എന്താണ്? വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ഹി ആസ്ഡ് മീ whom she wanted to contact. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് the sentence is no longer in question format. So interrogative sentence റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ there is no need to use a question mark.